AFC Under-20 വുമൺസ് ഏഷ്യൻ കപ്പിന്റെ ക്വാളിഫയേഴ്സ് നടക്കുകയാണല്ലോ. ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. മിനിഞ്ഞാന്നാണ് ആദ്യ മത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്തോനേഷ്യക്കെതിരെ ആദ്യ മത്സരം ഒരു ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. അതൊരു നല്ല തുടക്കമായിരുന്നില്ല എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് തുർക്കമെനിസ്ഥാനെതിരെ എന്നാൽ ഒരു മിന്നുന്ന വിജയം, 7-0 എന്ന് പറയുന്നൊരു വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതോടുകൂടി ഗ്രൂപ്പിൽ ഇന്ത്യക്ക് തലപ്പത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം മറ്റൊരു മത്സരം മ്യാൻമാറും ഇന്തോനേഷ്യയും തമ്മിൽ നടന്ന മത്സരത്തിൽ 2-2 എന്ന നിലയിൽ സമനിലയിൽ പിരിയുകയായിരുന്നു. ഇതോടുകൂടി പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ 4 പോയിൻ്റായി ഇന്ത്യക്ക് 2 മത്സരങ്ങൾ പിന്നിടുന്ന സമയത്ത് ഗോൾ ഡിഫറൻസ് +7 എന്ന നിലയിൽ നിൽക്കുകയാണ്. അപ്പം ആദ്യത്തെ മത്സരത്തിൽ മ്യാൻമാർ തുർക്കമെനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 6-1 എന്ന് പറയുന്നൊരു സ്കോറിലായിരുന്നു. അപ്പം +5, അപ്പം 2 GD കൂടി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം ഇനി ഇന്ത്യയുടെ സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്കൊക്കെ വരാം. ആദ്യം ഈ ഒരു മത്സരത്തെ പറ്റി തന്നെ പറയുന്ന സമയത്ത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 7ാമത്തെ മിനിറ്റിൽ തന്നെ ശുഭാംഗി എന്ന് പറഞ്ഞിട്ടുള്ള താരം, ക്യാപ്റ്റൻ കൂടിയാണ് ശുഭാംഗി സിംഗ്. അപ്പോൾ ഈ താരത്തിൻ്റെ ഒരു ഗോളിലൂടെയാണ് മുന്നിലെത്തുന്നത്. ഒരു കോർണർ സിറ്റുവേഷനിൽ ഒരു ഹെഡർ ഗോളിലൂടെയാണ്. പിന്നീട് ബാക്ക് ടു ബാക്ക് ഗോളുകൾ, ഇപ്പം ശുഭാംഗി സിംഗ് എന്ന് പറഞ്ഞ താരം തന്നെ 2 ഗോളുകൾ സ്കോർ ചെയ്തു. അതുപോലെ സുലഞ്ജന എന്ന് പറഞ്ഞിട്ടുള്ള താരം ഹാട്രിക്ക് സ്കോർ ചെയ്തു. സത്യത്തിൽ ഇന്ത്യയുടെ ഒരു ഡോമിനേഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടത് എന്നുള്ളതാണ്. തുർക്കമെനിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അറ്റാക്കിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ഒരു പ്രകടനമൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആദ്യ പകുതിയിൽ തന്നെ 5 ഗോളുകൾ നേടാൻ സാധിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു 2ാം പകുതിയിൽ ഒരു 4-5 ഗോളുകൾ കളിച്ചൊരു 10 ഗോളൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്ക് ആ 6ാമത്തെ ഗോൾ അടിക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. കാരണം 65ാമത്തെ മിനിറ്റിലാണ് നമ്മൾ 2ാം പകുതിയിലെ ആദ്യത്തെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. പിന്നീട് 1 ഗോളും കൂടി വന്നു, 7 ഗോളാക്കി മാറ്റി. പക്ഷേ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു 10-0 ജയിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. നല്ല അവസരങ്ങൾ മിസ്സാക്കി. പക്ഷേ പെർഫോമൻസ് വൈസ് നല്ല പ്രകടനം, നമുക്ക് മാച്ച് കാണാൻ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പം ഇന്ത്യൻ ഈ Under-20 ടീമിൻ്റെ ഒരു സാധ്യതകൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയി കഴിഞ്ഞാൽ മറ്റൊന്നും നോക്കണ്ട. 3 സെക്കൻഡ് പ്ലേസ് ടീമിന് സാധ്യതകളുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഗ്രൂപ്പുകളെ ഒന്നും ഇനി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ടല്ലോ. അപ്പം ഗ്രൂപ്പ് ചാമ്പ്യൻ ആകാനുള്ള സാധ്യതകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. കാരണം അപ്പോൾ 7 പോയിന്റുകളാകും, ഈസിലി നമ്മൾ പോകും എന്നുള്ളതാണ്. അതല്ല, നമുക്കിനി ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആകാൻ മറ്റൊരു അവസരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യ തുർക്കമെനിസ്ഥാൻ എതിരെ നടക്കുന്ന മത്സരത്തിൽ ഈ 7 ഗോളൊന്നും അടിക്കരുത്. ഇനി ജയിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം 5-6 ഗോൾ അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. മ്യാൻമാറും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന മത്സരം ഡ്രോ ആയി കഴിഞ്ഞാൽ പോലും ഇന്ത്യക്ക് ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് സാധ്യതകൾ. ഇന്ത്യയുടെ Under-20 വുമൺസ് ടീം 7 ഗോളുകൾ അടിച്ച് വിജയിക്കുന്ന സമയത്ത് ഇന്ത്യൻ വുമൺസ് സീനിയർ ടീം 7 സ്ഥാനം മുന്നോട്ട് കയറി 63ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫിഫ റാങ്കിങ് നോക്കുകയാണെങ്കിൽ നല്ലൊരു മുന്നേറ്റം തന്നെയാണ്. ഇനിയും വേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിൽ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ വിജയിച്ച് ഒടുവിൽ തായ്ലൻഡ് എന്ന് പറയുന്ന റാങ്കിങ്ങിൽ ഏറെ മുൻപിൽ നിൽക്കുന്ന രാജ്യത്തെ കൂടി തോൽപ്പിച്ചത് തന്നെയാണ് ഇത്രയും കൂടുതൽ ഒരു റാങ്കിങ്ങിൽ മുന്നേറാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് മെൻസ് ഫുട്ബോളിൻ്റെ സൈഡിൽ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും ഇന്ന് വുമൺസ് ഫുട്ബോളിൻ്റെ സൈഡിൽ 2 പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ സംസാരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് സനിയ.